ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് ചാനൽ ചെക്ക് ചെയ്തിട്ട് വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊണ്ടേ ഗൈസ്. ഇത് നമ്മുടെ വ്യാഴാഴ്ച വൈകിട്ട് ഇശാൻകുട്ടൻ അങ്ങനവാടിയിൽ നിന്ന് വിളിക്കാൻ പോകുന്നതിന് മുമ്പ് അവൻ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് പോകേണ്ടതെന്ന് കരുതി ഞാൻ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ നമ്മുടെ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ ഇശാൻകുട്ടനെ വിളിക്കാൻ പോകണം കേട്ടോ. 3:15 ആകുമ്പോഴത്തേക്ക് അവനെ വിളിക്കാൻ പോകണം. അവനാണ് അവിടുത്തെ ലാസ്റ്റ് വണ്ടി എന്ന് എനിക്ക് തോന്നുന്നത്. കാര്യം വേറൊന്നുമല്ല, ഞാൻ നേരത്തെ വിളിക്കാൻ ചെന്നാലും അവന് എല്ലാവരും പോയി കഴിഞ്ഞാൽ വരാൻ പറ്റത്തുള്ളൂ. അവനതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. വന്ന് കുറച്ച് നേരം കഴിഞ്ഞ് കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ കുഞ്ഞ് ദേ പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കും. ഞാൻ വോയിസ് ഓവർ കൊടുത്തോണ്ടിരുന്നപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പറഞ്ഞാൽ അമ്മ ഞാൻ പാടി കേൾപ്പിക്കാന്നൊക്കെ പറഞ്ഞാൽ പാടി കേൾപ്പിക്കുകയാണ്. ഇത് പിന്നെ പിറ്റേ ദിവസം രാവിലെ വെള്ളിയാഴ്ച രാവിലെ നമുക്ക് നല്ല ദോശയും സാമ്പാറും ഒക്കെ ആയിരുന്നു. അപ്പോൾ സാമ്പാറൊക്കെ അടുപ്പത്ത് കയറിയിട്ടുണ്ട്, ദോശയായിട്ടുണ്ട്, ദോശ ആയി വരുന്നു. ഇശാൻകുട്ടൻ ദേ ഇവിടെ വന്നിട്ട് അമ്മ വീഡിയോ എടുക്കുകയാണോ, എൻ്റെ വീഡിയോ കൂടെ എടുത്തിടാവോ, ഹേയ് ഹലോ ഗൈസ് ഞാൻ എൻ്റെ മാമൻ്റെ വീട്ടിൽ പോവുകയാണെന്നൊക്കെയാണ് അവിടെ നിന്നുകൊണ്ട് പറയുന്നത്. അവൻ എപ്പോൾ ഒരുങ്ങിയാലും കണ്ണാടിയിലായിട്ട് നോക്കി എന്നിട്ട് പറയും ഹലോ ഗൈസ് ഞാൻ എൻ്റെ മാമൻ്റെ വീട്ടിൽ പോവുകയാണേ. അവനോട് കിന്നറി ചെന്നപ്പോഴത്തേക്ക് എൻ്റെ ദോശ കരിയാറായിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാറ്റിയിട്ട് അടുത്ത് ഇട്ടു. ഈ റാഗി ദോശ എന്ന് പറഞ്ഞാൽ ഷുഗറുകാർക്ക് ബെസ്റ്റാണ് കേട്ടോ. നമ്മൾ എന്തോരം അരിമാവ് എടുക്കുന്നു അതിനകത്തോട്ട് അതേ അളവിൽ റാഗിപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ട് അത് നല്ലപോലെ മിക്സ് ചെയ്ത് കുറച്ച് നേരം വെച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. നല്ല സൂപ്പർ ടേസ്റ്റാണ്. പരീക്ഷിക്കാത്തവർ പരീക്ഷിക്കണം. വെയിറ്റ് ലോസ് നോക്കുന്നവർക്ക് അടിപൊളി ഒരു സാധനമാണ് കേട്ടോ റാഗി. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വെയിറ്റ് ലോസ് നോക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ദോശയുടെ ആ ഒരു ക്രിസ്പ്നെസ് കിട്ടുകയും ചെയ്യും, നമുക്ക് എന്ത് കിട്ടും, റാഗിയുടെ ആ ബെനിഫിറ്റ് കിട്ടുകയും ചെയ്യും കേട്ടോ. നല്ലതാണ്. അപ്പോഴത്തേക്ക് ഇശാൻകുട്ടൻ അടുത്തത് മുട്ട വേണമെന്നായി. മുട്ട വേണമെന്ന് വെച്ചാൽ ഇവന് മിക്കവാറും ദിവസങ്ങളിൽ രാവിലെ ഇവൻ പുഴുങ്ങിയ മുട്ട കഴിയത്തില്ല കേട്ടോ. അപ്പോൾ അവന് ഇങ്ങനത്തെ മുട്ടയാണ് ഇഷ്ടം. രണ്ട് സൈഡും ബുൾസൈ പോലെ ഉണ്ടാക്കിയിട്ട് രണ്ട് സൈഡ് അപ്പുറം ഇപ്പുറം മറിച്ചിടും. അതാണ് ഉണ്ണി അങ്ങ് പൊട്ടിക്കും കേട്ടോ. അല്ലെങ്കിൽ ഇവന് ഇഷ്ടമല്ല, ഇവന് ഇങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം. ഇതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ അവന് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ മുട്ട അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്. അത് റെഡിയായോ നോക്കാനാണ് വന്ന് എത്തി നോക്കുന്നത്. എടാ ഇപ്പോൾ റെഡിയാവും എന്നൊന്നും പറഞ്ഞാൽ അവന് പറ്റത്തില്ല. അവൻ പറയുന്നത് എപ്പോഴാണോ അന്നേരം തന്നെ അവന് സാധനം വേണം. അതൊക്കെയാണ് എൻ്റെ മോൻ്റെ കയ്യിലിരിപ്പുകൾ. അമ്മയെ റെഡിയായോ. പിന്നൊരു സാധനമാണ് മാഗി എന്നും ഒന്നും കൊടുക്കത്തില്ല, വല്ലപ്പോഴും 2 മാസം കൂടിയൊക്കെ ഒരു തവണയൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കുമ്പോഴും ആശാൻ ഇങ്ങനെയാണ് കേട്ടോ, അമ്മ ഇത് റെഡിയായോ. ഞാൻ അപ്പുറത്ത് പ്ലേറ്റ് എടുക്കാൻ പോകുന്ന സമയത്ത് ഇവിടെ വന്ന് എത്തി നോക്കാൻ പോയിട്ട് ഞാൻ വഴക്ക് പറഞ്ഞ് വീണ്ടും ഓടിച്ചേക്കുവാണ് കേട്ടോ. അവനെ ഈ മുട്ട മാഗി ഈ വക സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മീനും, ഇത് മൂന്നുമാണ് ആശാൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള സാധനം. മീനില്ലാതെ അവൻ ഒരു ദിവസം പോലും ചോറുണ്ണാറില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാര്യം ഇല്ലാത്ത ദിവസം കൊടുത്തു കഴിഞ്ഞാൽ അവൻ പറയാം അമ്മ മീനില്ല, അങ്ങനെ ഇങ്ങനെ എനിക്ക് വേണ്ട എന്നൊക്കെ പറയും. അപ്പോൾ ഇവന് വേണ്ടിയുള്ള മീൻ ഞാൻ എങ്ങനെയാണെങ്കിലും ഒപ്പിച്ച് വെക്കാറുണ്ട് ഓരോ ദിവസവും. എല്ലാ വീട്ടിലെയും പിള്ളേർ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇല്ലേ. ഇവന് കുറേ നിർബന്ധ ബുദ്ധികളൊക്കെ ഉണ്ട്. എല്ലാം ഞാൻ തന്നെ പഠിപ്പിച്ച് കൊടുത്തതാണ്. പയ്യെ മാറ്റണം. ഇനി സ്കൂളിലൊക്കെ പോകാൻ സമയമായല്ലോ. അടുത്ത വർഷം സ്കൂളിൽ ചേർക്കണം. ഈ വർഷം സ്കൂളിൽ ചേർക്കാൻ പറ്റിയില്ല. അവന് ഒരു മാസവും ജൂലൈ 18 അവൻ. അപ്പോൾ മെയ് 31 മുമ്പ് 4 വയസ്സ് തികയുന്നവർക്ക് മാത്രമേ സ്കൂളിൽ അഡ്മിഷൻ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഇശാൻകുട്ടൻ ഈ പ്രാവശ്യം വീണ്ടും അംഗൻവാടി തന്നെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അടുത്ത വർഷം സ്കൂളിൽ ചേർക്കണം ഇശാൻകുട്ടനെ. അപ്പോൾ മാമനോട് എന്നും വിളിച്ചിട്ട് പറയും മാമ എനിക്ക് സ്പൈഡർമാൻ്റെ സാധനം വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെയാണ് പറയുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തരത്തില്ല ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവന് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇങ്ങനെ കൊടുക്കാതിരിക്കുമ്പോൾ എനിക്കൊരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഒരു സ്ഥലത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വട്ടാണെന്ന് വേണമെങ്കിൽ എല്ലാവർക്കും തോന്നും. അപ്പോൾ ഞാൻ വന്ന് നിനക്ക് വീഡിയോയ്ക്കകത്ത് തരാൻ ഇഷ്ടമല്ലേ, നീ ഇങ്ങോട്ട് നീങ്ങിക്ക്, വീഡിയോയ്ക്കകത്ത് കാണിച്ച് നിനക്ക് മുട്ട തരാമെന്നൊക്കെ പറയുകയാണ്. അവൻ്റെ ആ സന്തോഷം കണ്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വീഡിയോ എടുക്കാനും ചെയ്യാനൊക്കെ. എന്നോട് ചോദിക്കുക അമ്മ വീഡിയോ എടുക്കുന്നില്ലേ എന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും വീഡിയോ എടുക്കുകയാണെങ്കിലും പറയാം അമ്മ ഞാനിവിടെ വരട്ടെ, ഹലോ ഗൈസ്, ഹേ ഗൈസ് എന്നൊക്കെ അവൻ വന്നിരുന്ന് പറയും കേട്ടോ. അത് നമ്മൾ അവന് മുട്ട കൊടുത്തിട്ട് നമ്മുടെ പരിപാടി തുടങ്ങി കേട്ടോ. വീണ്ടും ദോശ ചുട്ട് തീർന്നാലല്ലേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റത്തുള്ളൂ. പ്രത്യേകിച്ച് വിഷ്ണുവേട്ടൻ ഇന്ന് വരുന്ന ദിവസം കൂടാണ്. അപ്പോൾ ഞാൻ ആ സമയം അങ്ങോട്ട് പോയ സമയം കൊണ്ട് അടുപ്പിൽ നല്ലപോലെ തീ കയറിയിട്ടുണ്ടായിരുന്നേ. അതൊന്ന് ബാലൻസ് ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മുടെ ദോശ ഇളകി വരത്തില്ല. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു. നമ്മുടെ തട്ടുകടയിലൊക്കെ ചെയ്യുന്ന പരിപാടിയില്ലേ, അതുപോലെ തന്നെ പരീക്ഷിച്ച് നോക്കണം, നല്ലതായിട്ട് ദോശ വരും കേട്ടോ. അല്ലെ ഒരുപാട് തീയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ പരത്താൻ പറ്റത്തില്ല. പെട്ടെന്ന് തന്നെ അതങ്ങ് ആ ചട്ടിയിൽ ഒട്ടിപ്പിടിക്കുകയും അത് നോൺ സ്റ്റിക്ക് ആണെങ്കിലും എന്തുവാണെങ്കിലും അങ്ങനെ തന്നെ വരും. അതേ നല്ല മുരാന്നുള്ള റാഗി ദോശ കിട്ടും എല്ലാവർക്കും. ഇതിന് പകരം പയറും റാഗിയും കൂടെ അരച്ച് വെച്ചിട്ട് അതിനകത്തോട്ട് ഇഞ്ചിയും കൊച്ചുള്ളിയും പച്ചമുളകും കൂടെ അരച്ചിട്ട് നിങ്ങളൊന്ന് ദോശ ഉണ്ടാക്കി നോക്കിക്കേ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരു ചമ്മന്തിയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട. വേണമെങ്കിൽ ഒരു മുട്ട പുഴുങ്ങിയതോ ഒരു മുട്ട ബുൾസയോ ഒരു അലങ്കാരത്തിന് വേണമെങ്കിൽ വെക്കാം.
നല്ലതുമാണ്, നമ്മുടെ ശരീരത്തിന് നല്ലതാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്ക് ഏറ്റവും എളുപ്പം നമുക്ക് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കുക്കറിനകത്ത് വിസിൽ വന്ന് നമ്മുടെ സാമ്പാറെല്ലാം വെന്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കടുക് വറക്കണം. അപ്പോൾ ഇവിടെ ഇനി സാമ്പാർ കടുക് വറക്കണമെങ്കിൽ 2 തവണയായിട്ട് വേണം. ഇഷാൻകുട്ടന് എരിവില്ലാതെ സാമ്പാർ പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് ബാക്കി എല്ലാവർക്കും മുളക് പൊടിയും കൂടെ ചേർത്ത് അങ്ങനെ 2 ട്രിപ്പ് നമുക്ക് സാമ്പാർ കടുക് വറക്കണം ഇവിടെ കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇഷാൻകുട്ടനും അമ്മൂമ്മയും കൂടെ അവിടെ ഹോളിൽ എന്തൊക്കെയോ പരിപാടി ഒപ്പിക്കുന്നുണ്ട്. അവനാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് കാണിച്ചില്ലെങ്കിൽ ഓരോർക്കം വരത്തില്ല. ഞാൻ അവനെ അമ്മയെ ഏൽപ്പിച്ചേച്ച് അടുക്കളയിലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വെടിയും പുകയും എന്ന് പറയുന്നത് പോലെ ബഹളങ്ങളും ഒച്ചകളും മാത്രമേ കേൾക്കാൻ പറ്റത്തുള്ളൂ. 2 പേരോട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും എന്നാൽ 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയാൻ പറ്റാത്ത സ്നേഹമാണ് കേട്ടോ. ഇഷാൻകുട്ടനെ കണ്ടില്ലെങ്കിൽ അമ്മയ്ക്കും വിഷമ, അമ്മയെ കണ്ടില്ലെങ്കിൽ ഇഷാൻകുട്ടനും വിഷമ. കഴിഞ്ഞ ദിവസം എന്നോട് പറയാം, അമ്മ എനിക്ക് വലിയ ട്രോഫി കിട്ടും പഠിക്കുമ്പോൾ, എന്നിട്ട് വേണം അമ്മൂമ്മയ്ക്ക് ഒരു സാരി വാങ്ങിച്ചു കൊടുക്കാനെന്ന്. അവൻ്റെ സന്തോഷം. അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മയുടെ വിളി കേട്ടിട്ടാണ് ഹാളിലോട്ട് ചെന്നത്, റൂമിലോട്ട് ചെന്നത്. ഹാളിലോട്ട് ചെന്നത് ദേ അപ്പോഴത്തേക്ക് ആശാൻ ദേ ചൂലൊക്കെ എടുത്ത് കോരിയൊക്കെ എടുത്തിട്ട് തൂത്തുകോരിയൊക്കെ എടുത്ത് അവനെന്തേ അവിടെങ്ങാണ്ട് അവൻ്റെ കയ്യിൽ നിന്ന് ഇച്ചിരി അഴുക്ക് പോയി. അപ്പോൾ അമ്മ വഴുക്ക് പറഞ്ഞു, ഇവിടെയൊക്കെ അഴുക്കാകാതെ ഇഷാൻകുട്ടാന്ന്. അതിനുവേണ്ടി അവൻ ചൂലും തൂത്തുകോരിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് തൂത്ത് കോരുവാണ് കേട്ടോ. ഇത് എടുത്തു കഴിഞ്ഞിട്ട് ഉച്ചയൊക്കെ ആയപ്പോഴാണ് ഞാൻ ഫേസ്ബുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ മന്ത്രി ബിന്ദു മേഡത്തിൻ്റെ ഇത് കണ്ടപ്പോഴാണ് കണ്ടത് ഇന്ന് ലോക ബാലവേല ദിനമാണെന്ന്. അപ്പം ഞാൻ വിഷ്ണുട്ടനോട് പറഞ്ഞു, ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് ആൾക്കാർ നമ്മളെ പോലീസ് കൊണ്ടുപോകായിരിക്കില്ലേ വിഷ്ണുട്ട എന്നൊക്കെ പറയുവാണ്. അവനവൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്യുകയാണ് കേട്ടോ. അമ്മ പറഞ്ഞു, എടാ മോനെ അവിടെയൊക്കെ പൊടിയിടാതെന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞേനാണ്. അവൻ പറഞ്ഞു, ഞാൻ തൂത്തുവാരിക്കോളാം അമ്മൂമ്മ എന്ന് പറഞ്ഞു. അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാൻ. പക്ഷേ ഇതൊക്കെ വളർന്നു വരുമ്പം കണ്ടാൽ മതിയായിരുന്നില്ലേ. പണ്ടൊക്കെ എല്ലാവരും പറയുന്നത് പോലെ ചെറുതിലേ ചെയ്യുന്നവർ വലുതാകുമ്പോൾ ഒന്നും ചെയ്യാറില്ല. പക്ഷെ അങ്ങോട്ട് വലുതാകുമ്പോൾ ഒന്നും ചെയ്യത്തില്ലായിരിക്കും. പക്ഷേ അതിനൊക്കെ എൻ്റെ ഹസ്ബൻഡും ചെയ്യണം. അവരെനിക്ക് തോന്നുന്നു അമ്മയുടെ ജോലിസ്ഥലത്ത് ജീവിച്ചതുകൊണ്ടാണോ എന്നറിയില്ല, എല്ലാ ജോലികളും ചെയ്യും. അവർക്കൊരു മടിയില്ല തൂത്തുവാരാനോ തുടയ്ക്കാനോ പാത്രം കഴുകാനോ അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കി തരാനോ അടുക്കളയിൽ കയറി സഹായിക്കാനോ ഒന്നിനും ഒരു മടിയില്ല കേട്ടോ. പക്ഷേ അതിനൊക്കെ എൻ്റെ അച്ഛനും എൻ്റെ ആങ്ങളെ അവർക്ക് അടുക്കളയെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ അമ്മ പഠിപ്പിച്ചതാണ്. എനിക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. അടുക്കളയെന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ നമ്മളൊരു വീട്ടിൽ വരുമ്പോൾ സാഹചര്യം, പിന്നെ നമുക്ക് ചുമ്മാതിരിക്കാൻ പറ്റില്ല, മക്കളാകും. അപ്പം നമ്മൾ അടുക്കളയിൽ കയറിയേ പറ്റത്തുള്ളൂ. അന്ന് എൻ്റെ അമ്മ പറയും, ചെല്ലുന്നിടത്ത് നീ പഠിച്ചോളൂടി എന്ന് പറയും. പണ്ടൊക്കെ ഈ സിങ്കിൽ അഴുക്ക് പോകാതെ വെള്ളം കിടക്കുമ്പോൾ നമ്മൾ കൈയിട്ടളക്കും. അയ്യോ എൻ്റെ പൊന്നെ, എനിക്ക് അതല്ലായിരിക്കാൻ കൂടി പറ്റത്തില്ല. അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് ഒറ്റ ഓട്ടം ഓടുമായിരുന്നു. എന്തിനു പറയുന്ന പാത്രം കഴുകാനുണ്ടെങ്കിൽ അമ്മയോ അച്ഛമ്മയോ പാത്രം കഴുകുന്ന സമയത്ത് കഴിച്ചിട്ട് ഓടി പാത്രം കൊണ്ട് കൊടുക്കുന്ന മുതലായിരുന്നു ഞാൻ. ഞാൻ ഇന്ന് ഇത്രയൊക്കെ ആയില്ലേ. ഇഷാൻകുട്ടൻ എന്ന് പറയുന്നത് അവനിങ്ങനത്തെ പണികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടം അവന് ടോയ് വെച്ച് കളിക്കുന്നതാണ്. എവിടെ പോയാലും ഒരു ടോയ് വാങ്ങിച്ചില്ലെങ്കിൽ കുഞ്ഞിനൊരു സമാധാനമില്ല. അപ്പോൾ റാഗിദോശയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇഷാൻകുട്ടനുള്ള അരിദോശ ഉണ്ടാക്കുവാണേ. അവനുള്ള സാമ്പാർ പ്രത്യേകം ഉണ്ടാക്കണം, അവനുള്ള ദോശ പ്രത്യേകം ഉണ്ടാക്കണം. അവന് വേണമെങ്കിൽ റാഗിദോശ കൊടുക്കുക, പക്ഷെ അവൻ അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവൻ അരിദോശയാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അരിദോശ ഉണ്ടാക്കിയതാണ്. റാഗിദോശ പിള്ളേർക്ക് കൊടുക്കുന്നത് വളരെ നല്ല കാര്യമാണ്. കുഞ്ഞിലെ പിള്ളേർക്ക് കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കത്തില്ലേ, അത് അവിടെ വെച്ചിട്ട് ഞാൻ നെയ്യ് തപ്പാൻ പോയതാണ്. അപ്പുറത്ത് അടുക്കള ചെന്നിട്ട് അവിടെ നിന്ന് കുറച്ച് നേരം ആലോചിക്കും, എന്തിനായിരിക്കും ഞാനിവിടെ വന്നേന്ന്. അങ്ങനെ ആലോചിച്ച് വരുമ്പോഴത്തേക്ക് ഇവിടെ നമ്മുടെ ദോശയൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ടായിരിക്കും. അതൊക്കെയാണ് എൻ്റെ അവസ്ഥ. എല്ലാവർക്കും ഇങ്ങനത്തെ അവസ്ഥകളൊക്കെ ഉണ്ടോ? കമൻറ്റ് ചെയ്യണേ. എൻ്റെ അവസ്ഥ ഇതാണ്. ഈ അടുക്കളയിൽ നിന്ന് ഞാൻ അപ്പുറത്ത് അടുക്കളയിൽ ചെന്നിട്ട് എന്തിനാ അവിടെ ചെന്നതെന്ന് കുറച്ച് നേരം ആലോചിക്കും. എന്നിട്ടേ എനിക്ക് സാധനം എടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ പണ്ടത്തെ ആ ഓർമ്മശക്തി ഒന്നുമില്ല. പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ ഒത്തിരി പ്രായമായതുപോലെയാണ്. പക്ഷേ എന്തോ ഇപ്പോഴത്തെ അമ്മമാരുടെ അവസ്ഥ ഇതൊക്കെ ആയിരിക്കുമല്ലേ. പണ്ട് നമ്മളിരിക്കുന്നിടത്ത് സാധനം കിട്ടുമായിരുന്നു. ഇന്ന് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേ എൻ്റെ അമ്മ പണ്ടേ പറയുമായിരുന്നു, രേഷ്മ ഇതൊക്കെ നീ പഠിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. കാര്യം ഞാൻ പറഞ്ഞില്ല, ഞാനൊരു കുഴി മടിച്ചായിരുന്നു എൻ്റെ വീട്ടിൽ. ഞാൻ അമ്മയെ ചായ, അമ്മയെ ചോറ്, അമ്മയെ പലഹാരം എന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിലെത്തുന്ന സാധനങ്ങളായിരുന്നു ഇതൊക്കെ. ഇന്ന് നമ്മുടെ മക്കൾക്ക് വേണ്ടി ഓരോ വെറൈറ്റി ഉണ്ടാക്കുന്നു, അടുക്കളയിൽ കയറുന്നു, അവൻ അംഗൻവാടിയിൽ നിന്ന് വരാറാകുമ്പോഴത്തേക്ക് അവനെ ഫുഡ് ഉണ്ടാക്കി വെക്കുന്നു. എന്തൊക്കെ അവസ്ഥകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അല്ലേ. ബാക്കി കുറേ ദോശമാവ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 2 ദിവസത്തേക്ക് ദോശമാവ് വരയ്ക്കേ, ഒന്നേ ഒരു ദിവസം വൈകിട്ടെടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം രാവിലെ ഇഡ്ഡലിയോ കുറച്ച് റാഗിപ്പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കാര്യം സെറ്റാവും. ഞാൻ ആദ്യം കുറേ നാൾ വീഡിയോസൊക്കെ ഇട്ട് ഷോർട്സൊക്കെ ആയിരുന്നു ഇടുന്നത്. അപ്പോൾ ഞാൻ ആലോചിക്കുക, ഇങ്ങനെ വീഡിയോസൊക്കെ ഇടണോ, എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണുമോ, എങ്ങനെയായിരിക്കും എന്നൊക്കെ. പക്ഷേ പിന്നെ ഞാൻ ആലോചിച്ചു, നമ്മൾ കണ്ടിന്യൂസ് വീഡിയോസ് ഇട്ടാലല്ലേ എല്ലാവരും നമ്മുടെ വീഡിയോസ് കാണുമോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇനി മുതൽ എന്നെ പറ്റുന്നത് പോലെ തന്നെ ഡെയിലിയോ വീക്കിലി 3-4 പ്രാവശ്യമൊക്കെ ലോങ് വീഡിയോ ഇടാൻ ശ്രമിക്കാം. ഷോർട്സ് എന്നും ഇടാൻ ശ്രമിക്കാം ഞാൻ കേട്ടോ. പക്ഷേ എൻ്റെ കൂടുതലും കാര്യം എൻ്റെ മടിയാണ്. എനിക്ക് മടി കഴിഞ്ഞിട്ട് നേരമില്ല. മഴയാകുമ്പോൾ മഴയുടെ മടി, വെയിലാകുമ്പോൾ വെയിലിൻ്റെ മടി, ഇങ്ങനത്തെ പല പല മടികളാണ്. ഞാൻ പറഞ്ഞില്ലേ, പണ്ടേ ഞാനൊരു മടിച്ചിയാണ്. പിന്നെ ഇപ്പം എങ്ങനെയൊക്കെ ആയെന്ന് ചോദിച്ചാൽ അതൊന്നും എനിക്കറിയത്തില്ല. ഇങ്ങനെയൊക്കെ അങ്ങ് ആയിപ്പോയി.
നമ്മുടെ മാവൊക്കെ നമുക്ക് ബാക്കിയുള്ളത് ഫ്രിഡ്ജിലെടുത്തൊക്കെ. ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചൊരു പാത്രമാണ് കേട്ടോ. വളരെ നല്ലൊരു പാത്രമാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഫ്രിഡ്ജിൽ ഓരോ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ നല്ല വലുപ്പമുണ്ട്, നമുക്ക് ഓരോന്ന് സ്റ്റോർ ചെയ്യാം. അപ്പോഴാണ് അമ്മ അതിലേ വന്നത്. ഞാൻ പറഞ്ഞു അമ്മ ഇതങ്ങോട്ട് വെച്ചേക്കെന്ന് പറഞ്ഞത് അമ്മ അംഗീകരിപ്പിച്ചു കേട്ടോ. അവിടെ വരെ നടക്കുന്നതിൻ്റെ മടിയാണ് കാര്യം. പിന്നെ എൻ്റെ ദോശ കരിഞ്ഞും പോവും. അപ്പോൾ ഞാൻ അമ്മയെ ഏൽപ്പിച്ചു. അത് കഴിഞ്ഞ് ആ സിങ്കിൽ കിടക്കുന്ന പാത്രങ്ങളെല്ലാം നമുക്ക് കഴുകാനുള്ളതാണ് കേട്ടോ. ഇതെല്ലാം ഇശാങ്കുട്ടൻ ഇനി ഫുഡ് കൊടുത്തിട്ട് വേണം കഴുകാനായിട്ട്. കാര്യം സമയം വളരെ അതിക്രമിച്ചു. കാര്യം വീഡിയോ എടുക്കുന്ന ദിവസം നമുക്ക് വീഡിയോയുടെ കാര്യങ്ങൾ നോക്കണം. ഇത് അത്ര എളുപ്പമുള്ള പണിയൊന്നുമല്ല കേട്ടോ ഈ വീഡിയോ ഇങ്ങനെ എല്ലാവരും കാണുന്നത്. ഇതിൻ്റെ പുറകിൽ ഒരുപാട് നേരം നമ്മൾ അങ്ങോട്ട് കിടക്കുമ്പോൾ ക്യാമറ അങ്ങോട്ട് വെക്കണം, ഇങ്ങോട്ട് കിടക്കുമ്പോൾ നമ്മൾ ക്യാമറ ഇങ്ങോട്ട് വെക്കണം. നല്ല നല്ല വ്യൂസും നല്ല നല്ല സബ്സ്ക്രൈബേഴ്സും ഉള്ള ചാനലിലൊക്കെ എല്ലാവരും പൈസ കിട്ടുന്നതെന്ന് പറയുമ്പോൾ എല്ലാവരും പറയും ഓ നിങ്ങൾക്ക് എന്താ പണി, കുറച്ച് വീഡിയോസ് എടുത്ത് ഇട്ടാൽ പോലെ. സത്യത്തിൽ അങ്ങനെ അല്ല കേട്ടോ, നല്ല പണികളുണ്ട് ഇതിൻ്റെ പുറകിൽ. നമ്മൾ ഒരിടത്ത് ജോലിക്ക് പോകുന്നത് പോലെ തന്നെയാണ്. നമ്മൾ വീട്ടിലെ ജോലി ചെയ്യുമ്പോൾ നമ്മളത് എടുക്കുന്നതാണെങ്കിലും പോലും അത് നമ്മൾ പല ആംഗിളിൽ എടുക്കണം, പല ഇതിലെടുക്കണം, പിന്നെ എഡിറ്റ് ചെയ്യണം. ഞാനൊന്നും എഡിറ്റ് ചെയ്യുന്ന അത്ര വലിയ ക്വാളിറ്റിയിലൊന്നും അല്ല, ഇനി അതൊക്കെ പഠിക്കണം. പക്ഷേ ചിലരൊക്കെ നല്ല ക്വാളിറ്റിയിലല്ലേ എടുക്കുന്നത്. അതൊക്കെ നല്ല പോലെ അതിൻ്റെ പുറകിൽ കഷ്ടപ്പെട്ടിട്ടാണ്. ഉറക്കമില്ലാത്ത രാത്രികൾ കറക്റ്റായിട്ട് അവരൊക്കെ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അവരായിരിക്കും ഡെയിലി ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവർ കാണും. അതൊക്കെ നല്ല പണിയുള്ളവരാണ് കേട്ടോ. വീഡിയോ എടുക്കുന്നതും വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും അത് അപ്ലോഡ് ചെയ്യുന്നതും ഒക്കെ നല്ല പണിയാണ്. അതിന് വോയിസ് ഓവർ കൊടുക്കുന്നവരാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് പറയാൻ വേണ്ട. അവർ കുറേ സമയം എൻ്റെ കൂടി ഇരുന്ന് നല്ല വോയിസ് ഓവർ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇശാങ്കുട്ടൻ ഇതേ കിഴങ്ങും ക്യാരറ്റും ഒക്കെ നോക്കി നമ്മുടെ സാമ്പാർ ഇശാങ്കുട്ടനുള്ളത് സെറ്റ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇനി നമുക്കുള്ള സാമ്പാറെല്ലാം ശരിയാക്കി എടുക്കാനേ. അവന് ഇങ്ങനെയൊക്കെയാണ് ഇഷ്ടം. അവന് ഒരു ശകല എരിവുണ്ടെങ്കിൽ കഴിക്കത്തില്ല. അപ്പോൾ വേണമെങ്കിൽ കാണുന്നവർ പറയാം ഇതൊക്കെ പിള്ളേരെ പഠിപ്പിക്കുന്ന തെറ്റായ ശീലങ്ങളാണെന്ന്. അത് ശരിയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മോൻ എന്നെ കണ്ടുകൊണ്ടിരിക്കണം. അതാണിപ്പോൾ വന്ന് എന്നെ തല്ലിയിട്ടൊക്കെ പോയത്. തല്ലിയതല്ല, സ്നേഹപ്രകടനമാണ് കേട്ടോ. എന്നെ ഭയങ്കര പേടിയാണ്. ഞാനൊന്ന് നോട്ടം മാറ്റിയാൽ അവന് മനസ്സിലാകും അടി വരുന്നുണ്ട് അല്ലെ വഴക്ക് വരുന്നുണ്ട് എന്ന്. ഇടയ്ക്കിടയ്ക്ക് എന്നെ ഒന്ന് സ്നേഹിച്ചില്ലെങ്കിൽ എൻ്റെ മോനൊരു സങ്കടമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെയും പിള്ളേരൊക്കെ ഇങ്ങനെയാണോ? ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ വന്ന് പുറകിൽ വന്ന് ശല്യപ്പെടുത്താറുണ്ടോ, സ്നേഹിക്കാറുണ്ടോ എന്നൊക്കെ കമൻറ്റ് ചെയ്യണേ. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ അമ്മയ്ക്ക് മഴയാണോ, മഴ നനയുകയാണെങ്കിൽ ഞാൻ കുട പിടിച്ചു തരാമെന്നും പറഞ്ഞ് കഴിഞ്ഞ ദിവസത്തെ ഷോർട്സിനകത്ത് വന്നിട്ടുണ്ടായിരുന്നേ. അവൻ അങ്ങനെയാണ്. ഞാനെന്ന് പറയുന്നിടത്ത് പേടിയുമാണ്, ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ മക്കളും അങ്ങനെ ആയിരിക്കില്ലേ അമ്മമാരോട്. അപ്പോൾ പിന്നെ നമ്മുടെ സാമ്പാറും ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി വിഷ്ണുവേട്ടൻ വരാൻ സമയമായിട്ടുണ്ട്. ഇന്ന് വെള്ളിയാഴ്ച അല്ലേ. അപ്പോൾ രാവിലെ 9-9:30 ആകുമ്പോഴത്തേക്ക് വിഷ്ണുവേട്ടൻ എത്തും. ചിലപ്പോൾ 9 മണിയാകുമ്പോൾ എത്തും. ട്രെയിൻ നേരത്തെ വരുവാണെങ്കിൽ നേരത്തെ എത്തും, താമസിച്ച് വരുവാണെങ്കിൽ താമസിച്ചെത്തും. അതാണ് വിഷ്ണുവേട്ടൻ്റെ അവസ്ഥ. നമ്മൾ അവസാനം ഇശാനുള്ള സാമ്പാറിനകത്ത് ഇച്ചിരി നെയ്യൂടെ ഇടുക. നല്ല ടേസ്റ്റാണ് കേട്ടോ, നിങ്ങളൊന്ന് ഇട്ട് നോക്കണേ. നല്ല ടേസ്റ്റാണ് ആ സാമ്പാറിന്. വിഷ്ണുവേട്ടൻ ഈ സാമ്പാർ കൂട്ടിയിട്ട് പറഞ്ഞാൽ എനിക്ക് ഈ സാമ്പാർ മതി, നീ മോന് വേണ്ടി സ്പെഷ്യലായിട്ടാണ് ഉണ്ടാക്കുന്നത്, അവന് വേണ്ടിയുള്ളതിനകത്ത് നീ നല്ല നല്ല സാധനങ്ങളൊക്കെ ഇടും, ഞങ്ങൾക്ക് വേണ്ടിയുള്ളതിനകത്ത് നീ നോർമലായിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ വിഷ്ണുവേട്ടൻ പറയും എനിക്ക് ഇനി പോലെ അവനുണ്ടാക്കുന്ന സാധനങ്ങൾ മതി എന്നൊക്കെയാണ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. അപ്പോൾ ഇശാങ്കുട്ടൻ ഇടയ്ക്ക് പോയി നോക്കുകയാണ് അച്ഛ വന്നു. അച്ഛ വരുന്ന ദിവസം അവന് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. അവന് അച്ഛാ എന്ന് പറയുന്നിടത്ത് അവൻ്റെ ജീവനാണ്. എന്നോട് സ്നേഹമാണെങ്കിൽ പോലും അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അച്ഛനെ മതി കേട്ടോ, എന്നോട് വലിയ താല്പര്യമൊന്നുമില്ല. അത് കഴിഞ്ഞ് ഞാൻ വന്ന് നോക്കുമ്പം അച്ഛാമ്മയും മോനും കൂടി ഇരുന്ന് കഥ പറയുവാണ്. അപ്പോൾ അവിടെ കണ്ടിടുന്നൊരു വടി എടുത്തിട്ട് എന്നെ കാണിക്കുകയാണ്, അമ്മേ ഇത് കണ്ടോ അവിടെ വടി കിടപ്പുണ്ടായിരുന്നെന്നൊക്കെ. അപ്പോൾ അവനെ അടി കിട്ടുമെന്നുള്ള പേടി കൊണ്ടാണ്. കാര്യം ആഹാരം എടുത്ത് വെച്ചിട്ടുണ്ട് കഴിക്കാനായിട്ട്. അവന് കഴിക്കുന്നത് ഭയങ്കര മടിയുള്ള കാര്യമാണ്. ഇപ്പോൾ വന്ന് നേരത്തെ ഒന്നും ഇത്രയും പ്രശ്നമില്ലായിരുന്നു. പിന്നെ അച്ഛ വന്ന് അവൻ ഒറ്റയ്ക്ക് ഓടിപ്പോയതൊന്നുമല്ല കേട്ടോ. വിഷ്ണുവേട്ടൻ ഗേറ്റ് തുറന്നപ്പോൾ അവൻ അവിടെ നിന്ന് വിഷ്ണുവേട്ടൻ എടുത്തുകൊണ്ട് പോയതാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ല, അച്ഛ വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ ആരെയും വേണ്ട, അച്ഛയുടെ തോളെ കയറിയേക്കുന്നുണ്ടോ. അവൻ ഇനി ഇന്നത്തെ ഒരാഴ്ചത്തെ കഥകൾ മുഴുവൻ അച്ഛനോട് പറയാം. അച്ഛൻ ഞായറാഴ്ച പോയിട്ട് വെള്ളിയാഴ്ചയാണ് വരുന്നത്. ഞായറാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെയുള്ള എല്ലാ കഥകളും അച്ഛനോട് പറയുവാണ്. കൂട്ടത്തിൽ ഞാൻ അടിച്ചിട്ടുണ്ടെങ്കിൽ എത്ര അടി കിട്ടി എന്നുള്ള കഥകളും പറയും കേട്ടോ. എന്നെ നോക്കി കൊഞ്ഞിനും കുത്തുന്നുണ്ടോ, ഇതാണ് ഇവൻ്റെ പരിപാടി. ഇവന് വിഷ്ണുവേട്ടൻ എനിക്ക് മിശാനുള്ള പങ്കും കൊണ്ടാണ് ദൈവം വരുന്നത് കേട്ടോ. എനിക്കൊരു ഗീ കേക്ക് പിന്നെ ഞാൻ ഒരു ഫ്രഷ് ക്രീം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരൈറ്റം നമുക്ക് ഉണ്ടാക്കി നോക്കണം ഗൈസ്. അപ്പോൾ അതിനുവേണ്ടി വാങ്ങിച്ചതാണ്. പിന്നെ അവൻ അവിടെ എന്തോ കണ്ട്, അവൻ്റെ മൂത്രം ഒഴിക്കുന്ന സ്പോട്ടാണത്. അപ്പോൾ അവൻ അവിടെ എന്തോ കണ്ടത് അച്ഛനോട് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അവനുള്ള കിൻഡർ ജോയി പിന്നെ കിക്കാറ്റ് എല്ലാവർക്കും കൂടെ ഉള്ളതാണ്. വിഷ്ണുവേട്ടൻ വരുമ്പോൾ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാറുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ വിഷ്ണുവേട്ടൻ ആഹാരം കഴിക്കാനായിട്ട് പോയി കേട്ടോ. വിഷ്ണുവേട്ടൻ വിശന്നാണ് വരുന്നത്. കാര്യം രാവിലെ 6 മണിയാകുമ്പോൾ തിരുവനന്തപുരത്തുനിന്ന് കയറുന്ന
ഇശാൻകുട്ടനെ അംഗൻവാടി പോകാനായിട്ടെല്ലാം റെഡിയാക്കി നിർത്തിയേക്കാണ് കേട്ടോ. അവൻ റെഡിയായി വരുമ്പോൾ എന്തെങ്കിലും അമ്മയ്ക്ക് അവനെ ഒന്ന് ചെയ്ത് കൊടുക്കണം, ഒന്ന് തല ചീവി കൊടുക്കണം, അല്ലെങ്കിൽ പൗഡർ ഇട്ട് കൊടുക്കണം. അതൊക്കെ അമ്മയുടെ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യങ്ങളാണ്. ഇത് ഇശാൻകുട്ടൻ്റെ കുപ്പി വിഷ്ണാട്ടൻ പറയുകയാണ് ബാഗ് വെക്കാമെന്ന്. അത് കഴിഞ്ഞ് ഇശാൻകുട്ടൻ്റെ അംഗൻവാടി പോകാൻ റെഡിയാണ്. അവിടെ എന്തോ അരിഞ്ഞാണം കയറി കുടുങ്ങിയിരിക്കുമെന്ന് തോന്നുന്നു. ആശാൻ എപ്പോഴും അതൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ദേ എന്നോട് പറയുകയാണ്, അമ്മ എൻ്റെ ഫ്രണ്ട്സിൻ്റെ പേരൊക്കെ വീഡിയോയിൽ പറയട്ടെ. ഇർഫാൻ, റിതി, പിന്നെന്തോ ആരവ്, ധ്രുവ്, ഇങ്ങനെ കുറേ പേരുകളൊക്കെ എനിക്ക് പറഞ്ഞു തരുവാണ്. ഇന്ന് അച്ഛൻ്റെ കൂടെ പോകുന്നതുകൊണ്ട് ബാഗൊക്കെ ആശൻ തോളയിലിട്ടാണ് പോകുന്നത്. എൻ്റെ കൂടെ വരുവാണെങ്കിൽ ഞാനതങ്ങ് തോളയിൽ വെക്കും കേട്ടോ. പിന്നെ എനിക്ക് ടാറ്റയൊക്കെ തന്നിട്ട് എൻ്റെ മുത്ത് പോവുകയാണ് കേട്ടോ. ഞാൻ വൈകിട്ട് 3 മണിയാകുമ്പോഴേ വരത്തുള്ളൂ. ഇന്ന് നേരത്തെ പോയി വിളിക്കണം. കാര്യം വൈകിട്ട് നമുക്ക് ഒരിടം വരെ പോകണം ഗൈസ്, ഒടരം വരെ പോകണം. എന്തൊക്കെയാണോ ഞാൻ ഈ പറയണത്. അത് കഴിഞ്ഞ് കുറേ തുണികൾ കഴുകാനുണ്ട്. നിന്ന് ഇച്ചിരി വെയിൽ കണ്ടപ്പോൾ ഞാൻ എൻ്റെ തുണികളെല്ലാം കഴുകി ഉണക്കാൻ ഇടുവാണ് കേട്ടോ. ഇവിടെ പിന്നെ നിങ്ങൾ ഓർക്കും, ഇവിടെ ഷീറ്റ് ഇട്ടേക്കുവാണല്ലോ, മഴയാണെങ്കിലും പ്രശ്നമില്ലല്ലോ എന്ന്. പക്ഷേ ഈ തൂവാനും ഒക്കെ അടിക്കുമ്പോൾ തുണി ഉണങ്ങത്തില്ല. പിന്നെ മഴ പെയ്യുമ്പോൾ ഒരു തണുപ്പ് കാണും. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അമ്പലത്തിൽ പോകണമായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അമ്പലത്തിൽ പോയി. വിഷ്ണുട്ടൻ ഈ സമയം നല്ല ഉറക്കമാണ്. രാവിലെ എഴുന്നേറ്റ് വരുന്നത് കൊണ്ട് തന്നെ ഈ സമയങ്ങളിൽ ഏട്ടൻ ഉറങ്ങണം. ഇശാൻകുട്ടനും കൂടി ഇല്ലാത്തത് കൊണ്ട് നല്ലപോലെ കിടന്നങ്ങ് ഉറങ്ങാമല്ലോ. ഇശാൻകുട്ടനുണ്ടെങ്കിൽ അവൻ ഉറക്കത്തില്ല. അപ്പോൾ ഏട്ടൻ ഉറങ്ങുന്ന സമയം കൊണ്ട് ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അതേ നേരെ നമ്മൾ അമ്പലത്തിലെത്തി. ഇവിടെ വന്നപ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്യും, ഒരു 1/2 മണിക്കൂർ പോസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ വന്നപ്പോൾ തന്നെ നെയ്തിയത്തിന് അമ്പലം അടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ നേരം നിന്ന് കഴിഞ്ഞ് പിന്നെ തൊഴുത് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് വീഡിയോ എടുത്തു തരാൻ ആരും ഇല്ലാത്തത് കൊണ്ട് എൻ്റെ മുഖം ഇടയ്ക്കിടയ്ക്ക് കാണിക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നതാണ്. എൻ്റെ ആ എക്സ്പ്രഷൻ ഒന്നും കണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത്, ഞാൻ ചുമ്മാ ഒരു എക്സ്പ്രഷൻ ഇട്ടതാണ് ഗൈസ്. നിങ്ങൾ എന്നെ ഒന്ന് സഹിക്കൂ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വന്നത് പച്ചക്കറി വാങ്ങിക്കാനും ഫ്രൂട്ട്സ് വാങ്ങിക്കാനും മാങ്ങയൊക്കെ വാങ്ങിക്കണമെന്ന് വിഷ്ണുട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അത് വാങ്ങിക്കാനാണ്. ഇന്ന് പച്ചക്കറി കട ഉണ്ടോ, നല്ല നിറഞ്ഞ് നിറദീപം പോലെ ഇരിക്കുന്നു. സാധാരണ ഇവിടെ ഞാൻ വരുമ്പോൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത് ഞാൻ വളരെ അപൂർവമായിട്ടാണ്. ഇപ്പോൾ അടുത്തിടയ്ക്ക് ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. പക്ഷേ ഇന്ന് നല്ല നിറഞ്ഞിരിപ്പുണ്ടായിരുന്നു. നല്ല ഫ്രൂട്ട്സും നല്ല പച്ചക്കറികളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദേ അമ്മയുടെ അമ്പഴങ്ങ അച്ചാറാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. അടിപൊളി ടേസ്റ്റാണ്. അമ്മ ഇത് വെയിലത്തൊക്കെ വെച്ച് ഉണക്കി ഉപ്പിലൊക്കെ ഇട്ട് അങ്ങനെ എന്തൊക്കെയോ രീതിയിൽ ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റാണ്. പിന്നെ ഇശാൻകുട്ടനെ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ അക്ഷരം പഠിക്കാൻ വിഷ്ണുട്ടൻ കൊണ്ടുവിടുകയാണ് കേട്ടോ. പിന്നെ ഞാൻ വന്ന് മേലൊക്കെ കഴുകിയിട്ട് അതേ നമ്മൾ നേരെ പോകുന്നത് മണ്ണാർശാലയ്ക്കാണ്. ഈ കളിപ്പാട്ടത്തിൻ്റെ ബോക്സ് എന്താ കയ്യിലിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇത് ഇവിടെ ഇരുന്നൊരു കളിപ്പാട്ടമാണ്. അവിടെ ചെന്ന് കഴിയുന്നുണ്ടെങ്കിൽ ചെറുക്കന് കളിപ്പാട്ടം വേണം. അവൻ എവിടെ ഏത് അമ്പലത്തിൽ പോയാലും അവന് കളിപ്പാട്ടം വേണം. അപ്പോൾ വിഷ്ണുട്ടൻ പറഞ്ഞു ഇതെടുത്ത് നമുക്ക് വണ്ടിയിലിട്ടിട്ട് പോവാം, അവിടെ ചെല്ലുമ്പോൾ എടുത്ത് കൊടുത്താൽ മതിയല്ലോ. അല്ലെങ്കിൽ അവൻ ചെന്ന് പിടിക്കുന്നത് ഇപ്പോൾ വലിയ വലിയ കാറുകളിലൊക്കെയാണ് കേട്ടോ. അവിടെ നിന്ന് നേരെ നമ്മൾ മണ്ണാർശാലയിലെത്തി. ഏകദേശം ഒരു 5:30 ആയിട്ടുണ്ട്. നമ്മൾ മണ്ണാർശാലയിലെത്തി. ഞങ്ങൾ കൂടുതലും ഈ സമയത്താണ് മണ്ണാർശാല വരുന്നത്. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം വൈകിട്ട് മണ്ണാർശാലയിലും അരിപ്പാട്ടൊക്കെ പോകുന്നതാണ് കേട്ടോ. നല്ലൊരു ക്ലൈമറ്റും ആയിരിക്കും. പിന്നെ വിളക്കും ദീപങ്ങളും ഒക്കെ ആയിട്ട് നല്ല രസമായിരിക്കും കേട്ടോ. അപ്പോൾ അവൻ ഒറ്റയ്ക്ക് നടക്കണമെന്ന് പറഞ്ഞിട്ടാണ് അവൻ ഓടുന്നത്. പിന്നെ നമ്മൾ അവിടുന്ന് കുറേ വീഡിയോസും ഒക്കെ എടുത്തിട്ട് അമ്പലത്തിൽ തൊഴുത് ദേ ഈ അമ്മൂമ്മയുടെ സ്റ്റിക്ക് കണ്ടു. ഈ സ്റ്റിക്കെ പിടിക്കാനാണ് അവൻ നടക്കുന്നത്. പിന്നെ ഞങ്ങൾ പറഞ്ഞു മോനെ അത് അമ്മൂമ്മയ്ക്ക് വീഴാതിരിക്കാൻ വേണ്ടിയാണെന്നുള്ളതൊക്കെ പറഞ്ഞ് ദേ മണ്ണാർശാല അമ്മയെ കണ്ട് തൊഴുത്. പിന്നെ ഇത് ഞാൻ അറിഞ്ഞില്ല വിഷ്ണുട്ടൻ ഈ വീഡിയോ എടുക്കുന്നത്. ഞാൻ തൊഴുതുകൊണ്ടിരിക്കുമ്പോൾ വിഷ്ണുട്ടൻ്റെ അടുത്ത വീഡിയോ ആണ്. കിടക്കട്ടെ രേഷ്മ എന്നൊക്കെ പറഞ്ഞാൽ വിഷ്ണുട്ടൻ എല്ലാവരെയും ഹസ്ബൻഡൊക്കെയാണ് വീഡിയോ എടുത്ത് കൊടുക്കുന്നത്. വിഷ്ണുട്ടൻ എനിക്കൊരു വീഡിയോസ് പോലും എടുത്തു തരത്തില്ലെന്ന് പറഞ്ഞതിനെങ്ങാണ്ട് എടുത്തതാണ് കേട്ടോ ഇത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ദേ ആ കുളത്തിൻ്റെ അവിടെയൊക്കെ പോയി തൊഴുതിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക് ദേ മുലയൂട്ടൽ കേന്ദ്രം ലാക്ടേഷൻ സെൻ്ററൊക്കെ അവിടെ തുടങ്ങിയിട്ടുണ്ട്. വളരെ നല്ലൊരു കാര്യമാണ് ഇല്ലേ. നമുക്ക് അമ്പലത്തിലൊക്കെ വരുമ്പോൾ മക്കൾക്ക് പാലൊക്കെ കൊടുക്കണമെങ്കിൽ എനിക്കത് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നി. അത് കഴിഞ്ഞ് നേരെ ഇഷ്ടം ജ്യൂസ് കുടിക്കണമെന്നും പറഞ്ഞിട്ട് നമ്മൾ ന്യൂലാൻഡി വന്നിട്ടുണ്ടായിരുന്നു. ന്യൂലാൻഡി വന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ സ്വഭാവം മാറി. അവന് ലേസ് വേണം. ഇത് ഞങ്ങൾ അങ്ങനെ എപ്പോഴും വാങ്ങിച്ച് കൊടുക്കത്തൊന്നുമില്ല. പക്ഷേ ആശാൻ ഈ കളറാണ് കൂടുതൽ ഇഷ്ടം. ഇത് അത്ര നല്ല സാധനമൊന്നും അല്ലെന്ന് എനിക്കറിയാം. പക്ഷേ ചില സാഹചര്യത്തിൽ നമ്മൾ മേടിച്ച് കൊടുത്തു പോകും. കാര്യം ഇവിടെയൊക്കെ വന്ന് കിടന്ന് കരഞ്ഞു കഴിയുമ്പോൾ പിന്നെ നമ്മളെങ്ങനെ മേടിച്ച് കൊടുക്കാതിരിക്കും. ഇതേ ദോശയുടെ പൊടി, ഇഡ്ഡലിയുടെ പൊടി, ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇനി എല്ലാവർക്കും എളുപ്പമാണല്ലോ. അപ്പോൾ പിന്നെ ഫ്രൂട്ട്സ് വരുന്ന വഴി വാങ്ങിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട്